മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്ന നികേഷിന്റെ പ്രസ്താവന വലിയ ചർച്ചയായി മാറി. റിപ്പോർട്ടർ ടിവി വളർത്തിക്കൊണ്ടുവന്ന റിപ്പോർട്ടർ ടിവിയുടെ ഉടമസ്ഥനായിരുന്ന നികേഷ് റിപ്പോർട്ടർ ടിവി അഗസ്റ്റിൻ സഹോദരന്മാർക്ക് വിറ്റതും അവർ പിന്നീട് ആ റിപ്പോർട്ടർ ടിവിയെ വാർത്തുടച്ചതും ഡോക്ടർ അരുൺകുമാറിനെയും സുജയ പാർവതിയെയും ഒക്കെ കൊണ്ടുവന്നതും ഒക്കെ വലിയ വാർത്തയായി മാറി. അന്ന് തന്നെ നികേഷ് റിപ്പോർട്ടർ ടിവി വിടുന്ന കാര്യം പല ചാനലുകളും, പൊളിറ്റിക്സ് കേരള അടക്കമുള്ള പല ചാനലുകളും റിപ്പോർട്ട് ചെയ്തു. 6 മാസത്തിനുള്ളിൽ നികേഷ് റിപ്പോർട്ടർ ടിവി വിടും എന്നായിരുന്നു സൂചന. പക്ഷേ ഇപ്പോൾ നികേഷ് ഈ ചാനലുകൾ പറഞ്ഞതുപോലെ, പൊളിറ്റിക്സ് കേരള അടക്കമുള്ള ചാനലുകൾ പറഞ്ഞതുപോലെ റിപ്പോർട്ടർ ടിവി വിട്ടിരിക്കുന്നു. അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു. പാലക്കാട് നിന്ന് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു. ഈ സാഹചര്യത്തിൽ നികേഷിനെതിരെ ഗുരുതര ആരോപണവുമായി മറുനാടൻ മലയാളി രംഗത്തെത്തിയിരിക്കുന്നു. മറുനാടൻ മലയാളി ഷാജൻ വളരെ ഗുരുതരമായ ആരോപണമാണ് നികേഷിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ ആരോപണത്തിന് കൃത്യമായ തെളിവുകളൊന്നുമില്ല. തെളിവുകളില്ലെങ്കിലും അദ്ദേഹം ശക്തമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ലാലിയ എന്ന കോൺഗ്രസ് നേതാവിന്റെ കയ്യിൽ നിന്ന് കോടികൾ കൈപ്പറ്റി തുടങ്ങിയ സ്ഥാപനമാണ് റിപ്പോർട്ടർ എന്ന് മറുനാടൻ പറയുന്നു. റിപ്പോർട്ടർ ചാനലിൽ നികേഷിന് നിക്ഷേപമില്ല. മറിച്ച് റിപ്പോർട്ടർ ചാനൽ നികേഷിന്റെ സ്വന്തമായി മാറുകയും ഒരുപാട് നിക്ഷേപകരെ അദ്ദേഹം കബളിപ്പിക്കുകയും ചെയ്തുവെന്ന് മറുനാടൻ ഷാജൻ പറയുന്നു. റിപ്പോർട്ടർ ചാനലിനെതിരെയും നികേഷിനെതിരെയും ഒരുപാട് കേസുകൾ ഉണ്ടായിരുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വന്നപ്പോഴാണ് റിപ്പോർട്ടർ ചാനൽ അഗസ്റ്റിൻ സഹോദരന്മാർക്ക്, മുട്ടിൽ മരമുറി അടക്കമുള്ള ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് വിറ്റതെന്ന് മറുനാടൻ ഷാജൻ പറയുന്നു. റിപ്പോർട്ടർ ചാനലിനെ ഇടതുപക്ഷ ചാനലാക്കി മാറ്റിയത് നികേഷ് കുമാറിന്റെ തന്ത്രമായിരുന്നുവെന്നും രാഷ്ട്രീയത്തിലിറങ്ങാനുള്ള കാൽവെപ്പായിരുന്നുവെന്നും മറുനാടൻ പറയുന്നു. അഴീക്കോട് മണ്ഡലത്തിൽ സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥിയായി മാറിയതോടെ നികേഷ് കുമാർ സിപിഎമ്മിന്റെ അടിമയായി മാറിയെന്ന് മറുനാടൻ ഷാജൻ പറയാതെ പറയുന്നു. മാത്രമല്ല, അതിഗുരുതരമായ ഒരാരോപണവും മറുനാടൻ ഷാജൻ ഉന്നയിച്ചിരിക്കുന്നു. 10 കോടി രൂപ കൈപ്പറ്റിയാണ് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് നികേഷ് പിരിഞ്ഞു പോകുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. അതുപോലെ അദ്ദേഹം അതിന് തെളിവൊന്നും നിരത്തുന്നില്ല. പക്ഷേ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ആ ആരോപണം വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. നികേഷ് പറഞ്ഞത് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നതിനാൽ, സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നതിനാൽ താൻ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്നാണ്. മറുനാടൻ ഷാജൻ പറയുന്നത് അങ്ങനെയല്ല. അതിസമ്പന്നനാണ് ഇപ്പോൾ നികേഷ് കുമാർ എന്ന്, റിപ്പോർട്ടർ ചാനലിലെ നിക്ഷേപകരെ കബളിപ്പിച്ച് ഒരുപാട് രൂപ അദ്ദേഹം കൈക്കലാക്കിയെന്നും 10 കോടി രൂപ വാങ്ങിയാണ് അദ്ദേഹം ഇറങ്ങുന്നത് എന്നുമാണ്. ടെലിവിഷൻ ജേർണലിസത്തിന്റെ ചരിത്രത്തിൽ നികേഷ് കുമാറിന്റെ പേരുണ്ടാകുമെന്നും അത് ഉണ്ടാക്കിക്കൊണ്ടാണ് നികേഷ് 10 കോടി രൂപ കൈപ്പറ്റി ചാനൽ വിടുന്നതെന്നും മാധ്യമപ്രവർത്തനം അവസാനിപ്പിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകരിൽ ഏറ്റവും അധികം വിജയിച്ചത് നികേഷ് കുമാറാണെന്നും മറുനാടൻ ഷാജൻ പറയുമ്പോൾ അത് വലിയൊരു ഗുരുതരമായ ആരോപണമായി മാറും. ഇപ്പോൾ സിപിഎമ്മിന്റെ കണ്ണൂർ ജില്ലാ ഘടകത്തിൽ പ്രവർത്തിക്കാനാണ് നികേഷ് തീരുമാനിച്ചിട്ടുള്ളത്. അതാണ് സിപിഎം നികേഷിന് നൽകിയ നിയോഗം. മറ്റൊരു നിയോഗം പാലക്കാട് മത്സരിക്കുക എന്നതാണ്. പാലക്കാട് മത്സരിക്കാൻ സിപിഎം തീരുമാനിച്ചിരുന്ന എ വി ഗോപിനാഥ്, കോൺഗ്രസിൽ നിന്ന് സിപിഎമ്മിലേക്ക് എത്തിയ എ വി ഗോപിനാഥ് മത്സരിക്കാൻ തയ്യാറല്ല. അദ്ദേഹം തിരികെ കോൺഗ്രസിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകളുമുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന് എൽഡിഎഫിനേറ്റ വലിയ പരാജയം എ വി ഗോപിനാഥിന്റെ മനസ്സ് മാറ്റിയിരിക്കുന്നു. എൽഡിഎഫിൽ നിന്ന് കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് നിൽക്കാൻ, പാലക്കാട് തെരഞ്ഞെടുപ്പിന് നിൽക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എ വി ഗോപിനാഥിന് പകരം നികേഷ് കുമാർ എത്തുന്ന കാര്യം ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. മറുനാടൻ ഷാജനും അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതിനൊപ്പം നികേഷ് 10 കോടി രൂപ കൈപ്പറ്റിയാണ് മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ചതെന്നും കോടീശ്വരനായാണ് അദ്ദേഹം മാധ്യമപ്രവർത്തനം നിർത്തിയതെന്നും മറുനാടൻ പറയുമ്പോൾ നിയമയുദ്ധത്തിന് നികേഷ് തയ്യാറെടുക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന മറ്റൊരു സൂചന. നികേഷ് കുമാർ മറുനാടനെതിരെ നിയമയുദ്ധത്തിന് തയ്യാറെടുക്കുന്നു. കാരണം അത്ര ഗുരുതരമായ ആരോപണമാണ് മറുനാടൻ നികേഷിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്.